ക്ലബിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വ്യാപകമാണ്. ഒരാളൊരു വീട് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു കെട്ടിടം, അത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആകാം, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകാം, ഏത് ടൈപ്പിലായാലും ഒരു കെട്ടിടം വെച്ചാൽ ആ കെട്ടിടത്തിന് എതിരെ പലപ്പോഴും ഒരു പരാതിയെങ്കിലും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ലോക്കൽ ബോഡികളിലെ ബിൽഡിംഗ് വിഭാഗവുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെല്ലാം പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ പേടിക്കുന്നതും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അയൽക്കാരൻ നോക്കിയിരിക്കുകയാണ്. നിങ്ങളെ വീട് വെച്ചാൽ എന്തെല്ലാം വീഴ്ചകൾ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ അപ്പം എഴുതും. ഒന്നുകിൽ ഊമക്കത്ത് എഴുതും, അല്ലെങ്കിൽ സ്വന്തം പേര് വെച്ച് തന്നെ എഴുതും. പിന്നെ ഈ ബിൽഡിങ്ങിന് സ്റ്റോപ്പ് മെമ്മോ ആയി, പിന്നെ പ്രൊവിഷണൽ ഓർഡറായി, കൺഫർമേഷൻ ഓർഡറായി, എവിക്ഷൻ ഓർഡറായി, ഇതെല്ലാം വരും. ആദ്യം സ്റ്റോപ്പ് മെമ്മോ, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം സ്റ്റോപ്പ് മെമ്മോയിൽ തന്നെ തുടങ്ങും. സ്റ്റോപ്പ് മെമ്മോ എന്ന് പറയുന്നാൽ നിങ്ങൾക്കും തരും, പണി നിർത്തി വയ്ക്കാൻ തരും. പോലീസിനും അതിൻ്റെ ഒരു കോപ്പി കൊടുക്കും. പോലീസും വന്ന് പണി നിർത്തി വെക്കാൻ പറയും. ഇനി അഥവാ പോലീസ് വന്നില്ലെങ്കിൽ ലോക്കൽ ബോഡി ഉദ്യോഗസ്ഥന് തന്നെ പോലീസിനെ പോലെ ആക്ട് ചെയ്യാം എന്നാണ് ബിൽഡിംഗ് റൂൾസിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആക്ടിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഉദ്യോഗസ്ഥൻ പേടിക്കുന്നത് ഈ ഇത്തരം പരാതികളെ സംബന്ധിച്ചാണ്. പക്ഷെ നിലവിലുള്ള കെട്ടിടത്തിനും എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും ചെയ്താലും പരാതി ഉണ്ടാവുമോ? ഉണ്ടാവും. ആ പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഒരു സംഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സംഭവം എന്ന് പറഞ്ഞൊരു കേസാണ്. ഈ കേസ് നടന്നത് എറണാകുളം നഗരത്തിൽ തന്നെയാണ്. ഈ നഗരത്തിൽ 2 സമ്പന്ന കുടുംബങ്ങളാണ് അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നത്. ഒരാൾ ഈ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷമായി അദ്ദേഹം വന്നിട്ട്. മറ്റേയാൾ അവിടെ വീട് വർഷങ്ങളായി വെച്ച് താമസിച്ച് വരികയുമാണ്. അപ്പോൾ ഈ വർഷങ്ങളായി വീട് വെച്ച് താമസിച്ച വ്യക്തി അപ്പുറത്ത് പുതിയതായി താമസിക്കാൻ വന്ന ആൾ ഒരു കാർ ഷെഡ് ഇദ്ദേഹത്തിന് സമീപത്തോട്ട് ചേർത്ത്, ഇദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ട് വാളിനോട് സമീപം, മുട്ടിച്ചിട്ടല്ല, കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് ഏകദേശം സമീപത്തായി പുതിയതായി പണിതു. അപ്പോൾ ഈ കക്ഷി അതത്ര സുഖിച്ചില്ല. അത് പെർമനൻ്റായിട്ട് അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളിനെയാണ് ഞാൻ പറയുന്നത്. എ എന്നും ബി എന്നും നമുക്ക് പറയാം. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടെ താമസിക്കാൻ വന്ന ആളിനെ ബി എന്ന് വെക്കുക, പെർമനൻ്റായിട്ട് താമസിക്കുന്ന ആൾ എ എന്നും വെക്കുക. ഞാൻ രണ്ടുപേരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ എ എന്ന് പറയുന്ന പെർമനൻ്റായി ബിൽഡിംഗ് ഉള്ള കക്ഷി ബി എന്ന് പറയുന്ന വളരെ അടുത്ത കാലത്ത് വീട് വാങ്ങിച്ച് താമസിച്ച വ്യക്തി പുതിയതായിട്ട് ഒരു ചെറിയ കാർ ഷെഡ് നിർമ്മിച്ച് വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് മാറ്റാനായിട്ട്. അദ്ദേഹം കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബന്ധപ്പെട്ട ലോക്കൽ ബോഡിക്ക് പരാതി കൊടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും പരാതി പോയി. പരാതി പോയുമ്പോൾ എന്തു പറ്റും? ലോക്കൽ ബോഡിയിലെ ഉദ്യോഗസ്ഥൻ, ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു, ഞാൻ സ്ഥലം കൃത്യമായും പറയുന്നില്ല, ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് വെക്കൂ. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥൻ പരാതിയെ അന്വേഷിക്കാൻ വന്നു. അന്വേഷിക്കാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്, ഒരു കാർ ഷെഡ് കൺസ്ട്രക്ഷൻ, പെർമനൻറ്റ് കൺസ്ട്രക്ഷനായി നടത്തി വെച്ചിരിക്കുന്നു. പെർമിഷൻ എടുത്തോ? അതിന് ഇല്ല. പെർമിറ്റ് വാങ്ങിച്ചോ? ഇല്ല. പ്ലാൻ കൊടുത്തോ? ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തിന് പ്രൊവിഷണൽ ഓർഡർ കൊടുത്തു. ആദ്യം കൊടുക്കുന്ന അതാണ്. സ്റ്റോപ്പ് മെമ്മോ കാര്യമില്ല, കാരണം പൂർത്തിയായി കഴിഞ്ഞു. നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം. അപ്പോൾ PO അഥവാ പ്രൊവിഷണൽ ഓർഡർ, മലയാളത്തിൽ താൽക്കാലിക ഉത്തരവ് കൊടുത്തു. താൽക്കാലിക ഉത്തരവ് കൊടുത്ത് എന്താണ്? ഈ നോട്ടീസ് കൈപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കെട്ടിടം അനധികൃതമല്ല എന്ന് സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകുക. ഞങ്ങൾ പൊളിച്ചു നീക്കാൻ ഉദ്ദേശിക്കുന്നു, പൊളിച്ചു നീക്കാതിരിക്കാനുള്ള കാരണവും നിങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാണ് PO കൊടുക്കുന്നത്. PO കിട്ടിയപ്പോൾ ആ ബി എന്ന് പറയുന്ന വ്യക്തി, അടുത്ത കാലത്ത് താമസിക്കാൻ വന്ന ആൾ, ആകെ വരണ്ടുപോയി. ആഹാ, ഈ അയൽക്കാരൻ എനിക്കെതിരെ പരാതിയും കൊടുത്തോ? അദ്ദേഹം ഉടനെ ലോക്കൽ ബോഡി നേരിട്ടെത്തി വിശദമായ വിവരങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ കാര്യം ശരിയാണ്. അയൽക്കാരൻ പേര് വെച്ച് തന്നെയാണ് പരാതി കൊടുക്കുന്നത്. ഓമക്കത്തൊന്നുമല്ല, പേര് വെച്ച് തന്നെ പരാതി കൊടുത്തു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊവിഷണൽ ഓർഡർ കൊടുത്തത്. ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കണ്ടുപിടിച്ചാൽ നോട്ടീസ് കൊടുക്കും. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളൊക്കെ സാധാരണ കണ്ണടച്ചവർ പോവും. അവർക്ക് സമയം, എത്രയോ വാർഡുകൾ ഒരുമിച്ച് ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടറായിരിക്കും നോക്കുക. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ സ്വാഭാവികമായിട്ട് വിട്ടുകളയും. പക്ഷേ പരാതി വന്നാൽ നോക്കണമല്ലോ, നോക്കിയിട്ടാണ് നോട്ടീസ് കൊടുത്തത്. അപ്പോൾ വിശദവിവരം അറിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഈ ആളിൻ്റെ, എ എന്ന് പറയുന്ന വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളിൻ്റെ വീടൊക്കെ അദ്ദേഹത്തിൻ്റേതായ നിലയിൽ ഒരു ബിൽഡിംഗ് റൂൾസിനെ കുറിച്ച് അറിയുന്നൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നൊക്കെ നോക്കിയപ്പോൾ സംഭവം എന്താ, ഈ ബി എന്ന് പറയുന്ന വ്യക്തി തൊട്ട് ഈ മതിലിനോട് ചേർന്ന് തന്നെ, ഇയാളെ മതിലിനോട് ചേർത്ത് യാതൊരു കൺസെൻറ്റും വാങ്ങാതെ ഒരു കോവണി കെട്ടി പൊക്കി വെച്ചിരിക്കുന്നു. മുകളിലേക്ക് പോകുന്ന ഒരു അഡീഷണൽ കോളനി വെച്ചിരിക്കുന്നു. അവിടെ ആ കോളനി ഒരു അഡീഷണൽ ഗോവണി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു മുറിയുടെ അവിടെ ഓപ്പണിങ്ങും ഉണ്ട്. ചേർത്ത് കിട്ടുമ്പോൾ സാധാരണ രീതിയിൽ ഓപ്പണിങ് പാടില്ല, അത് അബട്ട് ചെയ്യണം, കെട്ടിയടയ്ക്കണം. ഈ രണ്ട് ന്യൂനത കണ്ട ഉടനെ അയാളും എഴുതി ഒരു പരാതി ലോക്കൽ ബോഡിക്ക് അയച്ചു കൊടുത്തു, സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. ഇതാ എൻ്റെ തൊട്ടടുത്ത അയൽപ്പക്കാരൻ, കെട്ടിട നമ്പർ ഇതാണ്, അയാളുടെ പേര് ഇതാണ്, മേൽവിലാസം ഇതാണ്, ഇവിടെ അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ പ്ലാനിന് വിരുദ്ധമായി ഒരു ഗോവണി കെട്ടി വെച്ചിരിക്കുന്നു. ആ ഗോവണി ഞങ്ങളുടെ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു. ഒരു മുറി കൂടി ആ ഭാഗത്തേക്ക് പിന്നെ അബട്ട് ചെയ്ത് കെട്ടിയിരിക്കുകയും ചെയ്യുന്നു. പരാതി കിട്ടിയപ്പോൾ വീണ്ടും ഈ അതേ വീട്ടിൽ വന്ന് അതേ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഈ വീട്ടിൽ വന്ന് പരിശോധിച്ചു. ശരി തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ടുമായി പോയി. റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തിനും കിട്ടി പ്രൊവിഷണൽ ഓർഡർ, PO. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിക്കും PO കിട്ടി. എ എന്ന് പറയുന്ന വ്യക്തി പരാതി കൊടുത്തതായ ബി എന്ന വീട്ടുകാരനും PO കിട്ടി. രണ്ടുപേരും POയുമായിട്ട് ഒരാൾ ഒരു വക്കീലിനെ കാണാൻ പോയി, മറ്റേ ഒരാൾ ഞാനെന്ന് പറയുന്ന വക്കീലിനെ കാണാൻ വന്നു. അപ്പം ആലോചിച്ച് നോക്കുക. ഞാനപ്പോൾ ചോദിച്ചു, മര്യാദയ്ക്ക് ഇരുന്നുകൂടായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാർ ഷെഡ് എന്ന് പറയുന്നത് ഒരു നമുക്ക് വലിയ അസഹനീയതയൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മൾ കണ്ണടക്കണ്ടേ? നമ്മൾ തന്നെ വരുത്തി വച്ചിരിക്കുന്ന ഒരു തെറ്റ് നിലവിലുള്ളപ്പോൾ അയൽക്കാരൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനില്ലേ പറ്റൂ. ഞാൻ ചോദിച്ചു. പക്ഷേ അയാൾ അതിന് കുറേ ന്യായീകരണം പറഞ്ഞു. പക്ഷേ അതിന് നമ്മൾ സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചു. ഇദ്ദേഹത്തിൻ്റെത് സേവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൊല്യൂഷനെല്ലാം കണ്ടുപിടിച്ചു. അതിന് ആക്ഷേപത്തിനെതിരെ സ്റ്റേയും വാങ്ങിച്ചു കൊടുത്തു ഞാൻ. അതെല്ലാം മറ്റൊരു വിഷയം. പക്ഷേ ആക്ച്വൽ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളിനെതിരെ നിങ്ങൾ ഒരു അമ്പ് എയ്താൽ ആ അമ്പ് എന്ന് പറയുന്നത് തീർച്ചയായും അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ചിലപ്പോൾ ഉടനെ കിട്ടും, അല്ലെങ്കിൽ പിന്നീട് കിട്ടും. ഇതൊരു ബൂമറാങ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ പരാതി കൊടുത്ത് വലിയ ആളാകാം എന്നൊന്നും ആരും കരുതി കളയരുത്. സ്വന്തം വീടൊക്കെ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പറയുന്നു, സ്വന്തം ബിൽഡിങ്ങിനെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒടുവിൽ പിന്നെ ന്യായീകരണം നടത്തേണ്ടി വരും. ഞാൻ അന്നത്തെ ബിൽഡിംഗ് റൂളിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ കയറി ഇറങ്ങണ്ടേ? നമുക്കൊരു കേസ് വന്നില്ലേ? നമുക്ക് ഒരുവിധം നമ്മളെ ഉറക്കം കുറച്ച് സമയത്തുമെങ്കിലും നമുക്ക് ഇല്ലാതാവില്ലേ? തീർച്ചയായും അയൽക്കാരനും തമ്മിൽ അകലും. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടി വരേണ്ട അയൽക്കാരനെ ആണ് നമ്മൾ ഒരു പരാതി, നമുക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് വെക്കൂ. നമ്മൾ അതിന് ചട്ടവും പിന്നെ നിയമവും എല്ലാം നോക്കിയിട്ട് നമ്മൾ ആളുകളെ മുഴുവൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യം നമ്മളിലേക്ക് തന്നെ നോക്കണം. അത് വ്യക്തിപരമായ കാര്യത്തിൽ ആയിരുന്നാലും ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നമ്മൾ അതെല്ലാം മനസ്സിലാക്കണം. നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സാണ്. നമുക്കൊരു സാമൂഹ്യപരമായി നമ്മളെല്ലാം മറ്റ് ആളുകളുമായി ബന്ധപ്പെടേണ്ട വ്യക്തികളാണ്. മാൻ ഈസ് നോട്ട് ആൻ ഐലൻഡ് എന്ന് പറയും. നമ്മളെല്ലാം ഒറ്റപ്പെട്ട ദ്വീപോ തുരുത്തോ ഒന്നും അല്ല. ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ് ജീവിതം. അപ്പോൾ ആ ശൃംഖലയിൽ അയൽക്കാരനൊക്കെ നമുക്കൊരു അനിവാര്യ ഘടകമാണ്. ശത്രു ആക്കരുത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇനിയും ഊമക്കത്ത് എഴുതാൻ പേന എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ആലോചിച്ചോളണം. നിങ്ങളുടെ ഭാഗത്ത് ഇനി വീഴ്ചയില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിലും ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ഊമക്കത്ത് എഴുതുകയോ പരാതി ചെയ്യുകയോ ചെയ്യരുത്. എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കരുതുക. ഒരു മനുഷ്യൻ അയാൾക്ക്
ഒരു കാറിടുന്നതിന് വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കിയാൽ നമ്മളെന്തിനാണ് അതിനകത്ത് കയറി വലിയ നിയമം നോക്കേണ്ടത്? ഇനി നിയമം ലംഘിച്ചു എന്നെങ്കിൽ നോക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്, അവർ നോക്കിക്കോട്ടെ, നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിയമലംഘനം വന്നാൽ ചൂണ്ടിക്കാണിക്കേണ്ടേ? അങ്ങനെയുള്ള നിയമലംഘനം ചൂണ്ടിക്കാണിച്ചോ, സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക്. ഏതെങ്കിലും തരത്തിൽ ബിൽഡിംഗ് റൂളൊക്കെ വ്യക്തമായും വയലേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും നിർമ്മിക്കുന്നെങ്കിൽ, പെർമിറ്റ് ഇല്ലാതെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, കുഴപ്പമില്ല. അതൊന്നും അങ്ങനെയുള്ള ഒരു ഡെപ്ത് ലെവലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ചെറിയ കാർ ഷെഡ് നിർമ്മിച്ചു എങ്കിൽ അതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ പിന്നെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ പരസ്പരം ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല, ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അത്രയെങ്കിലും ചെയ്തുകൊണ്ട് become as a balanced man. Nobody can become as a completed man, but at least we can become as a balanced man. അത്രയേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. നന്ദി.